ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 16 ശ്ലോകം 3. ധർമ്മദേവനും മൂർത്തിക്കും ഇരട്ടക്കുട്ടികളായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച നരനാരായണന്മാർ ജനിച്ചു എന്ന് പറഞ്ഞു. അവരുടെ അവതാര ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുക, തപസ്സിൻ്റെ ശക്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള ഋഷിമാർക്കോ ജിജ്ഞാസുക്കൾക്കോ ഒക്കെ മോക്ഷധർമ്മം, എങ്ങനെയായാൽ മോക്ഷം, നിവൃത്തി മാർഗം ഉപദേശിക്കുക. പിന്നെ സഹസ്രകവചൻ എന്ന ദുഷ്ടനെ വധിക്കുക. അതൊക്കെയായിരുന്നു. ഇവിടെ സഹസ്രകവചൻ്റെ കാര്യമാണ് പറയണത്. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപ സമരൗ ഭവന്തൗ ശിഷ്ട ഏകകങ്കടമബും അമും നിഹതാം സലീലം. നരനാരായണന്മാർ ജനിച്ചപ്പോൾ ദേവന്മാർ പൂമഴ പെയ്യിച്ചു. പിന്നെ ആ സമയത്ത് സഹസ്രകവചൻ എന്ന് പറഞ്ഞ് ഒരു അസുരനുണ്ടായിരുന്നു. അതിബലവാനും ദുഷ്ടനും ആയിരുന്നു. അയാൾ അനേക കാലം തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് താൻ മരണമില്ലാത്ത ആവണം എന്ന് രാവണനും ഹിരണ്യകശിപുവൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യപ്പെട്ടു. മരണത്തിന് അവർക്കും പേടി തന്നെയാണ്. പക്ഷേ അത് തനിക്ക് തരാനുള്ള അധികാരമില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ, എന്നാൽ 1000 കവചം വേണം, അതിൽ ഒരു കവചം മുറിക്കണമെങ്കിൽ അത്രയേറെ തപശക്തി വേണം, 1000 വർഷത്തെ തപശക്തി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 1000 വർഷം കഠിനമായി തപസ് ചെയ്ത ആൾക്കേ സഹസ്രകവചൻ്റെ ഒരു കവചം മുറിക്കാൻ പറ്റുള്ളൂ. പിന്നെയും 999 കവചം ഉണ്ടാവും. അത് വീണ്ടും 1000 വർഷം തപസ് ചെയ്തിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ അതാർക്കും സാധിക്കില്ല എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ ചോദിച്ചത്. ആ സഹസ്രകവചൻ വരം കിട്ടിയപ്പോൾ വല്ലാതെ അഹങ്കാരിയായി ധർമ്മം മുഴുവനും നശിപ്പിച്ചുകൊണ്ട്, ശരിക്കും പേര് ദംഭോദ്ഭവൻ എന്നാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയണ പേര് പോലെ തന്നെ ദംഭം കൊണ്ട് അഹങ്കരിച്ച് ഗർവിച്ച് എല്ലാവരെയും ദ്രോഹിച്ച് നടന്നു. അപ്പോൾ ബ്രഹ്മാവ് മറ്റ് ദേവന്മാരും എല്ലാവരും കൂടിയിട്ട് പതിവ് പോലെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ശരി, മൂർത്തിക്കും ധർമ്മദേവനും കൂടി ഇരട്ടക്കുട്ടികളായിട്ട് ഞാൻ ജനിക്കും, അതിനുശേഷം തപസ്സൊക്കെ ചെയ്ത് അവനെ വധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നരൻ 1000 വർഷം തപസ് ചെയ്യും, നാരായണൻ 1000 കൊല്ലം യുദ്ധം ചെയ്യും, ഒരു കവചം മുറിക്കും. പിന്നെ നാരായണൻ 1000 വർഷം തപസ് ചെയ്യും, നര ഋഷി 1000 കൊല്ലം യുദ്ധം ചെയ്യും, രണ്ടാമത്തെ കവചം മുറിക്കും. വീണ്ടും അങ്ങനെ ആവർത്തിച്ച് തപസ്സും യുദ്ധവും ആയിട്ട് 999 കവചവും മുറിഞ്ഞു, ഒരു കവചം മാത്രം ബാക്കിയായി. അപ്പോഴാണ് സഹസ്രകവചനെ വധിക്കാൻ സാധിച്ചത്. അവരത് നിഷ്പ്രയാസം സാധിച്ചു എന്നാണ്. ഈ ഒരു കവചം മാത്രമായിട്ട് മരിച്ചുപോയ സഹസ്രകവചനാണത്രേ കർണൻ ആയിട്ട് ഒരു കവചത്തോടെ തന്നെ ജനിച്ചത്. കർണനെ വധിച്ചതും കൃഷ്ണാർജുനന്മാർ കൂടിയിട്ട് തന്നെയാണല്ലോ. നരനും നാരായണനുമായി ജനിച്ചതും ഈ കൃഷ്ണാർജുനന്മാരാണ് എന്ന് പറയും. ശ്ലോകം ദൈത്യം സഹസ്രകവചം. ശ്ലോകം വായിച്ചുല്ലോ, അർത്ഥം പറയാം. സഹസ്രവത്സരം, 1000 സംവത്സരം, അനേക കാലം. തപ സമരാഭി, തപസ്സു ചെയ്ത് നേടിയ ശക്തി കൊണ്ട് സമരം ചെയ്യാം. തപസ്സും സമരം എന്ന് പറഞ്ഞാൽ യുദ്ധം, രണ്ടും മാറി മാറി ചെയ്ത് ലവ്യം, അങ്ങനെ മാത്രമേ മുറിക്കാൻ സാധിക്കുള്ളൂ. ദൈത്യം സഹസ്രകവചം, സഹസ്രകവചൻ എന്ന ഈ ദൈത്യനെ, അസുരനെ വധിക്കാൻ അങ്ങനെ സാധിക്കുള്ളൂ. കവചൈ പരീതം, 1000 കവചങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടവനായിരുന്നു അയാൾ. പര്യായ നിർമ്മിത തപ സമരവും, പര്യായം എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് എന്നാണ്, മാറി മാറി തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട്
ഭവന്തൗ അങ്ങ് തന്നെ ആയിട്ടുള്ള നരനാരായണന്മാർ 2 പേരും ശിഷ്ട ഏക കങ്കടം 1000 കവചങ്ങളിൽ ഏകം മാത്രം ശിഷ്ടമായി അവശേഷിപ്പിച്ചു. അമും അങ്ങനെ ആ സഹസ്ര കവചൻ എന്ന ദുഷ്ടനെ ലീലം വളരെ ലാഘവത്തോടുകൂടി ലീല എന്നതുപോലെ ന്യഹതാം നിഗ്രഹിച്ചുവല്ലോ. ദൈത്യം സഹസ്രകവചം സഹസ്രകവചൻ എന്ന ദൈത്യനെ കവചൈ പരീതം 1000 കവചങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ശരീരം. സഹസ്രവത്സര 1000 വർഷം. തപ സമര അഭിലവ്യൈ സമരവും തപസ്സും യുദ്ധവും തപസ്സും ചെയ്ത് ഒരെണ്ണം മുറിക്കും. അങ്ങനെ പര്യായ നിർമ്മിത തപ മാറി മാറി തപസ്സും സമരവും ചെയ്ത് ഭവന്തൗ നിങ്ങൾ 2 പേരും ശിഷ്ട ഏകകങ്കടം ഒരേ ഒരു കങ്കടം കവചം മാത്രം ശിഷ്ടമാക്കി അവശേഷിപ്പിച്ച് അമും അവനെ ഈ അസുരനെ ന്യഹതാം നിഗ്രഹിച്ചു. ലീലം ലീല എന്നതുപോലെ എന്നാണ് ആ ശ്ലോകം. ഇപ്പോഴും ഈ നരനാരായണ ഋഷിമാർ ബദരിയിലെ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് ബദരികാശ്രമത്തിൽ തപസ് ചെയ്യുന്നു എന്നാണ്. നരപർവ്വതവും നാരായണ പർവ്വതവും എന്ന പേരിൽ ഇന്നും അവിടെ കാണാം എന്നാണ് പറയുന്നത്. 4ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അതിനുശേഷം അവരെന്താ ചെയ്തത്? സഹസ്രകവചവധം എന്ന കാര്യം കഴിഞ്ഞു. പിന്നെ തപസ്സു ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. അതെ, കൂടാതെ ജിജ്ഞാസുക്കൾക്ക് ഋഷിമാർക്ക് ഒക്കെ അറിവ് നൽകി മോക്ഷധർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചുകൊണ്ടാണ് അവരവിടെ ബദരി ആശ്രമത്തിൽ വസിക്കുന്നത്. അങ്ങനെ അവരുടെ ആ തപശക്തിയും യോഗബലവും എല്ലാം കണ്ട് ഒരാൾക്ക് സഹിച്ചില്ല. പതിവ് പോലെ ദേവേന്ദ്രന് അസൂയ മൂത്തു. ഇനിയിപ്പോൾ ഇന്ദ്രപദത്തിനെങ്ങാനും ആവോ, തൻ്റെ സ്ഥാനം പോവോ എന്നൊക്കെ പേടിച്ച് തപസ് മുടക്കാൻ ഒരുങ്ങി. അതിന് കാമദേവനെയും അപ്സരസുകളെയും ഒക്കെ പറഞ്ഞയച്ചു. അതാണ് അടുത്ത ശ്ലോകം. അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാൽസി ശക്രോ അധത്തെ ശമതപോബല നിസഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ മാരം. അനന്തരം സഹസ്രകവചനെ വധിച്ചതിന് ശേഷം ത്വം ഗുരുവായൂരപ്പ അവിടുന്ന് ഭ്രാതൃമാൻ നരൻ എന്ന ഭ്രാതാവിനോട് കൂടിയിട്ട് നാരായണനായിട്ടുള്ള അങ്ങ് മോക്ഷധർമ്മം അന്വാചരൻ നിവൃത്തിമാർഗത്തെ മോക്ഷത്തിലേക്കുള്ള വഴിയെ സ്വയം ആചരിച്ചുകൊണ്ടും ഉപദിശൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ട് നേരായ മാർഗം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടും ബദരികാശ്രമം അധ്യവാൽസി ബദരികാശ്രമത്തിൽ വസിച്ചു. ആ സമയത്ത് ശക്ര ദേവേന്ദ്രൻ അങ്ങയുടെ ശമ തപോബലം ശാന്തിയും തപോബലവും ഒക്കെ കണ്ട് നിസ്സഹാത്മ സഹിക്കാൻ പറ്റാത്ത അസൂയയോടുകൂടി ഒരു കാര്യം ചെയ്തു. തപസ് മുടക്കാനായിട്ട് തീരുമാനിച്ചു. പ്രജിഘായ മാരനെ കാമദേവനെ പ്രജിഘായ എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചു. ദിവ്യാംഗന പരിവൃതം കൂടെ സഹായത്തിനായിട്ട് സ്വർഗലോകത്തിലെ സുന്ദരിമാരെയൊക്കെ പറഞ്ഞയച്ചു. അപ്പം തപസ്സിൻ്റെ ശക്തി ലോകത്തിനെ പഠിപ്പിക്കാൻ യഥാർത്ഥ ആചാര്യന്മാർ പറഞ്ഞാൽ മാത്രം പോരാ, ആചരിച്ച് കാണിക്കണം എന്ന് ലോകത്തിനെ പഠിപ്പിക്കാൻ. ദുഷ്ടനായ സഹസ്രകവചനെ നിഗ്രഹിക്കാൻ, ലോകശാന്തിക്കായി നിരന്തരം തപസ്സു ചെയ്യാൻ. അവരവിടെ ഇരുന്ന് തപസ്സ് ചെയ്താലും അതിൻ്റെ ആ തരംഗങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിലേക്ക് മുഴുവനും എത്തും എന്നാണ്. അങ്ങനെയാണ് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടന്മാരെ വധിച്ചു സാധുക്കളെ ഉപദേശങ്ങളൊക്കെ നൽകി ഇങ്ങനെ ത്രാണനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ സ്വയം 2 മൂർത്തികളായിട്ട് നരനും നാരായണനുമായി അവതരിച്ചു സഹസ്ര കവചവധം നടത്തി.
ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. അന്വാചരൻ ഉപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമം അധ്യവാൽസി ശക്രോ അധ തേ ശമതപോ